കൂലി സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് വളരെയധികം. കൂലി സിനിമയിലെ കാസ്റ്റിനെക്കുറിച്ചും കൂലി സിനിമയുടെ ആ ഒരു ക്രാഫ്റ്റിനെക്കുറിച്ചും ഇനി വരാനിരിക്കുന്നു എന്തെന്നെക്കുറിച്ചുമൊക്കെയാണ്. രജനീകാന്ത്, ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന കൂലി, അതിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മളൊരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. സാക്ഷാൽ അമീർ ഖാൻ വരെ സിനിമയിലുണ്ട്. അപ്പോൾ സിനിമ റിലീസാകാൻ പോകുന്നു. സിനിമയുടെ വിജയപരാജയങ്ങളെക്കുറിച്ച് ചർച്ചയില്ല, പകരം എത്ര കളക്ഷൻ എത്തും, 1000 കോടിക്ക് മുകളിലെത്തുമോ എന്നുള്ളതൊക്കെയാണ് ചർച്ച നടക്കുന്നത്. പിന്നെ തലൈവരുടെ ഈ പറയുന്ന പോലെ 1-2 പടങ്ങളൊക്കെ കഴിഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതാണ്, നമ്മളെ പിടിച്ചിരുത്തിയതാണ്, പക്ഷേ കളക്ഷൻ അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്ന കേട്ടുകേൾവിയുണ്ട്, പറച്ചിലുകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ തകർത്ത് മാലത്തി അടിച്ച് കയറി പോകുന്നൊരു സിനിമയാണെന്ന് പറയാനായിട്ട് ഇതിൽ കുറേയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലോകേഷ് കനകരാജിൻ്റെ കഴിഞ്ഞ സിനിമകളൊക്കെ നമുക്കറിയാം. ആൾക്കാരെ പിടിച്ചിരുത്തുന്നതിലും ത്രില്ലടിപ്പിക്കുന്നതിലും ഭയങ്കര മികച്ച കഴിവുള്ള ഒരു സംവിധായകനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ രജനീകാന്ത് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ആരാധകരെല്ലാം ആവേശത്തോടെയാണ് ഇരിക്കുന്നത്. അതിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്, മലയാളത്തിൽ നിന്ന് നമ്മുടെ സൗബിനുണ്ട്, അങ്ങ് ബോളിവുഡിൽ നിന്ന് അമീർ ഖാനുണ്ട്, പിന്നെ നാഗാർജുനുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നമുക്ക് പിന്നെ സത്യരാജുണ്ട്, അങ്ങനെ കട്ടപ്പയൊക്കെ ഇതിനകത്ത് ഉണ്ട്. നമുക്ക് അതൊരു വലിയ രീതിയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ പറയാൻ വന്നു പോയ കാര്യങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ഒരു റിലീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അതിന് മുന്നേ നടന്ന ഒരു മീറ്റ്, പ്രീ റിലീസ് മീറ്റും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും കണ്ടു. സൗബിൻ്റെ ഡാൻസ് കാര്യങ്ങളും അതിൽ നമ്മുടെ രജനീകാന്തിൻ്റെ ഒരു പ്രസംഗത്തെക്കുറിച്ച് എല്ലാവരും പരാമർശിക്കുന്നത് കേട്ടു. അതായത് സൗബിൻ എന്ന നമ്മുടെ സൗബിൻ ഷാഹിറിനെ അദ്ദേഹം കുറ്റപ്പെടുത്തി, കഷണ്ടിയുള്ള ആൾ, പൊക്കക്കുറവ്, അങ്ങനെ ഇയാളൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ഡയലോഗുകൾ അടിച്ചെന്ന് പറയുന്നു. പക്ഷേ ശരിക്കും അതിൻ്റെ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തെ വെച്ച് ചെയ്താൽ ശരിയാവോ എന്നാണ് ചോദിച്ചതെങ്കിലും പിന്നീട് ഇദ്ദേഹത്തെ വെച്ച് കണ്ട ഷോർട്സൊക്കെ കണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം സൗബിൻ അഭിനയിച്ച സീനുകളൊക്കെ കണ്ട് അദ്ദേഹം ഞെട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരാളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ ഇയാളെ കൊണ്ട് ശരിയാവുമോ എന്നുള്ളത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് വളരെ ഭയങ്കരമായ രീതിയിലാണ് പൊക്കിയടിച്ചേക്കുന്നത്. അതുപോലെ അമീർ ഖാനെ കുറിച്ച് അദ്ദേഹം പൊക്കമില്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെയാണ് പറയുന്നത് വീഡിയോയിൽ. പക്ഷേ അമീർ ഖാൻ അങ്ങനെയല്ല. അമീർ ഖാൻ എന്ന് പറയുന്ന നടനെയൊക്കെ നമുക്കറിയാം ഏത് ലെവലിൽ അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളത്. അങ്ങനെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിക്കാനുള്ളവർ ഇതിൻ്റെ ഏറ്റവും നെഗറ്റീവ് വശം മാത്രം കണ്ടുപിടിച്ചിട്ട് അത് നേരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വലിയ ബൂസ്റ്റിലൂടെ ഈ പറയുന്ന രജനീകാന്തിനെയൊക്കെ താത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെയൊന്നും താഴത്തില്ല. അപ്പോൾ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷൻ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്നാ പറയുന്നത്, നേരെ അദ്ദേഹത്തിലേക്ക് ആ ഒരു കറക്റ്റ് നെറ്റിക്ക് കറക്റ്റ് അടിക്കടാന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് പോയിന്റ് അടിക്കാതെ അതിന് പറയാനായിട്ടുള്ള ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. ഒരു 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 ഒഴുക്കം മട്ടിൽ ഒഴുകി വരണമല്ലോ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടി, നമ്മളൊരു ആകാംക്ഷയൊക്കെ തന്ന് അങ്ങനെ അദ്ദേഹം സംസാരിച്ച കാര്യമാണ് ചില ആൾക്കാരൊക്കെ എടുത്തിട്ടിട്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് കാണുന്നത് സോഷ്യൽ മീഡിയ അല്ലെ ഫേസ്ബുക്കിലൊക്കെ വലിയ പാരഗ്രാഫൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും ആ വീഡിയോ മുഴുവൻ കാണണം, ഒരു കണ്ടന്റ് മുഴുവൻ കാണാതെ അദ്ദേഹത്തെ വിമർശിക്കുന്നവർക്ക് അവരോട് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അദ്ദേഹത്തെ വെറുക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പം. ആ കണ്ടന്റ് മുഴുവൻ കാണണം. അല്ലെങ്കിൽ ചിലപ്പം ചില ഇത്തിൽ കണ്ണികൾ ആ മുഴുവൻ കണ്ടന്റും കണ്ടതിന് ശേഷം അതിൽ നിന്ന് ഇതിട്ട് കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറച്ച് മോശമാക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇടുന്നത്. പക്ഷെ എന്നാണേലും ഏത് ലെവൽ എന്തൊക്കെ സംഭവിച്ചാലും, നെഗറ്റീവ് പറഞ്ഞാലും ശരി, പോസിറ്റീവ് പറഞ്ഞാലും ശരി, ഇത് കൂലി എന്ന സിനിമയെ ബൂസ്റ്റ് ചെയ്യുക, അതായത് വളരെ ഉയരത്തിലെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. കാരണം നമ്മളൊരു കാര്യം നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ചൂഴ്ന്നിറങ്ങും. എന്തുകൊണ്ടായിരിക്കും നെഗറ്റീവ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യും, നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ എന്നാ ചെയ്യുന്നത്, ചിലപ്പോൾ നെഗറ്റീവ് ഒന്നും കാണത്തില്ല, ഭീകരമായ പോസിറ്റീവ് ആയിരിക്കും. ഈ സിനിമ ഒരു 1 ഹിറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയധികം വലിയ താരനിര, ലോകേഷ് കനകരാജിൻ്റെ ഒരു മികച്ച സംവിധാനം. അതായത് ഈ പറയുന്ന ട്രെയിലറൊക്കെ കണ്ടപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് പഞ്ച് പോരാ എന്ന്. നമുക്കറിയാം നമ്മുടെ ദൃശ്യം എന്ന സിനിമ ഇറങ്ങിയ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. ദൃശ്യത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഓക്കേ വരുമ്പം കാണാം എന്നുള്ളൊരു പരുവത്തിലൊക്കെ നിന്നിട്ട് സിനിമ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരുടെ സംസാര വിഷയം തന്നെ ദൃശ്യമായിപ്പോയി. ഭയങ്കര സംഭവമല്ലായിരുന്നോ, എന്ത് ഭയങ്കരമായ സിനിമയാണ്, അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നു അതും ഭീകരമായി എന്ന് പറയുന്ന പോലെ
ഒരു ട്രെയിലർ കണ്ട് ഒരിക്കലും ഒരു സിനിമയെ വിലയിരുത്താനും പറ്റത്തില്ല. അതുപോലെ തന്നെ രജനീകാന്ത് എന്ന വ്യക്തിനെ ആ ഒരു പ്രസംഗത്തിലൂടെ ആർക്കും താഴ്ത്തി കെട്ടാനും പറ്റത്തില്ല. കാരണം അദ്ദേഹം ഏത് ലെവലിൽ നിന്നാണ് കയറി വന്നതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം വളരെ താഴെ നിലയിൽ നിന്നും കഷ്ടപ്പെട്ട് സ്റ്റാർഡം നേടി വന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം ഇറങ്ങുന്ന കൂലി എന്ന സിനിമയുടെ വൻ വിജയം നമുക്ക് കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ട് പ്രേക്ഷകരെ അഭിപ്രായം പറയട്ടെ. എന്തായാലും അതൊരു ഭീകരമായ സിനിമ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം അതിനു മാത്രമുള്ള സെറ്റപ്പുകൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ബാക്കി കണ്ടിട്ട് നമുക്ക് അറിയാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഒന്നും രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാറിനെ താഴ്ത്താൻ പറ്റത്തില്ലെന്നേ. അദ്ദേഹം എത്ര താഴ്ത്താൻ ശ്രമിച്ചാലും ഉയരങ്ങളിലേക്ക് എത്തത്തേ ഉള്ളൂ. എന്തായാലും കൂലി കണ്ടിട്ട് ബാക്കി.